ബയോളജി വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് +1 സുവോളജിയിലെ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ എന്ന ചാപ്റ്ററിലെ ഹൈപ്പോതലാമസ് ആൻഡ് പിറ്റ്യൂട്ടറി എന്ന ടോപ്പിക്കിലെ രണ്ടാം ഭാഗമാണ്. ആദ്യ ഭാഗം കാണാത്തവർ അത് കാണണം. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇനി നമ്മൾക്ക് ഈ ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറിയും തമ്മിലുള്ള ഹോർമോണുകളുടെ കണ്ടക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഹൈപ്പോതലാമസിലെ ന്യൂക്ലിയയിൽ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്ക് ആ ഹോർമോണുകൾ ഇങ്ങനെ ആക്സോണിലൂടെ വന്ന് ഇൻഫണ്ടിബുലം റീജിയൻ വരെ മാത്രമേ ആക്സോണുകൾ ഉള്ളൂ. ഈ ആക്സോൺ ടെർമിനലിൽ നിന്ന് ഹോർമോണുകൾ റിലീസ് ചെയ്യപ്പെടും. ആക്സോൺ ടെർമിനലിൽ നിന്ന് ഹോർമോണുകൾ റിലീസ് ചെയ്യപ്പെടുന്നത് ഇൻഫണ്ടിബുലാർ റീജിയനിലേക്കാണ്. ഇൻഫണ്ടിബുലാർ റീജിയനിലാണ്. ഈ ഇൻഫണ്ടിബുലാർ റീജിയനിൽ നിന്ന് ഹോർമോണുകൾക്ക് പാർസ് ഡിസ്റ്റാലിസ് പോർഷനിലേക്ക് പോകാൻ ഇവിടെ ഒരു പോർട്ടൽ സിസ്റ്റം ഉണ്ട്. ഒരു പോർട്ടൽ സിസ്റ്റമാണ് ഈ ഇൻഫണ്ടിബുലാർ റീജിയനിൽ തുള്ളി തുള്ളിയായിട്ട് ഇറ്റിറ്റ് വീഴുന്ന ആ ഹോർമോണുകളെ അവിടെ നിന്ന് കലക്ട് ചെയ്യുന്നത് കാപ്പിലറി ബെഡാണ്. പോർട്ടൽ സിസ്റ്റം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പോർട്ടൽ സിസ്റ്റത്തിൽ കാപ്പിലറിയിൽ തുടങ്ങുന്നു, എന്നിട്ടൊരു പോർട്ടൽ വെയിനായി മാറുന്നു, വീണ്ടും കാപ്പിലറി ആയിട്ട് പിരിയുന്നു. അപ്പോ ഇവിടെ തുടങ്ങുന്നത് ഒരു കാപ്പിലറി ബെഡിലാണ്, പിന്നെ അതൊരു പോർട്ടൽ വെയിനായി മാറുന്നു, വീണ്ടും അത് പാർസ് ഡിസ്റ്റാലിസ് റീജിയനിൽ കാപ്പിലറീസ് ആയിട്ട് മാറുന്നു. ഈ പോർട്ടൽ വെയിനിന് ഒരു പേരുണ്ട്, ഹൈപ്പോതലാമോ ഹൈപ്പോഫൈസിയൽ പോർട്ടൽ വെയിൻ. ഹൈപ്പോതലാമസിൽ നിന്ന് ഹൈപ്പോഫൈസിസിലേക്ക് പിറ്റ്യൂട്ടറിയിലേക്കുള്ള പോർട്ടൽ വെയിൻ. അങ്ങനെ ഹോർമോണുകൾ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ പാർസ് ഡിസ്റ്റാലിസിൽ എത്തുന്നു. ഓക്കെ, അപ്പൊ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ പോർട്ടൽ സിസ്റ്റം കാണുന്നു. ഇനി പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ ന്യൂറോൺ തന്നെയാണ് ഹോർമോൺസിനെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്ക് എത്തിക്കുന്നത്. ഹൈപ്പോതലാമസിന്റെ ന്യൂക്ലിയയിൽ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഹൈപ്പോതലാമസിലുള്ള ന്യൂറോണിന്റെ സെൽ ബോഡിയിൽ ഹോർമോൺസ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് ആക്സോണൽ കണ്ടക്ഷൻ ആണ്. ആക്സോണിലൂടെ അത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ എത്തിച്ചേരുന്നു. ആക്സോണുകളുടെ ഗ്രൂപ്പിനെ നമ്മൾ ഹൈപ്പോതലാമോ ഹൈപ്പോഫൈസിയൽ ട്രാക്ട് എന്ന് പറയും. നേരത്തെ ഞാൻ പറഞ്ഞു, ട്രാക്ട് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ആക്സോൺ ഇൻ സെൻട്രൽ നെർവസ് സിസ്റ്റം. അപ്പോൾ ഇതൊരു ആക്സോണിന്റെ ബണ്ടിലാണ്. ഒരുപാട് ആക്സോണുകൾ ഉണ്ടാവും. ആക്സോണുകളുടെ ബണ്ടിൽ, അതിലൂടെയാണ് ഹോർമോണുകൾ കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ഈ ട്രാക്റ്റിനെ പറയും ഹൈപ്പോതലാമോ ഹൈപ്പോഫൈസിയൽ ട്രാക്ട്. അങ്ങനെ ഹോർമോണുകൾ ആക്സോൺ ടെർമിനലിൽ വന്ന് ഇവിടെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ റിലീസ് ചെയ്യപ്പെടും. അപ്പോൾ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഒരു റിസർവോയർ മാത്രമാണ്. ഹോർമോണുകളെ സംഭരിച്ചു വെക്കുന്ന ഒരു സ്ഥലം മാത്രമാണ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. അവിടെ ഗ്ലാൻഡുലാർ സെൽസ് ഇല്ല, അവിടെ ഒരു ഹോർമോണും സിന്തസൈസ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി സ്റ്റോർ ആൻഡ് റിലീസ് രണ്ട് ഹോർമോണുകളാണ്. നമുക്കറിയാം, ഹൈപ്പോതലാമസ് നിർമ്മിച്ചിട്ട് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ സ്റ്റോർ ചെയ്യുകയും റിലീസ് ചെയ്യുകയും ചെയ്യുന്ന രണ്ട് ഹോർമോണുകളാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും. അപ്പോൾ ഓക്സിറ്റോസിനും വാസോപ്രസിനും ഹൈപ്പോതലാമസിന്റെ ന്യൂക്ലിയയിലാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. എന്നിട്ട് അത് സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിലാണ്. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയാണ് ഇത് റിലീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സാമിന് ചോദിക്കും, ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ പ്രൊഡ്യൂസ്ഡ് ഫ്രം ഹൈപ്പോതലാമസ് ഓർ സിന്തസൈസ്ഡ് ഫ്രം ഹൈപ്പോതലാമസ്. റിലീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെക്രീറ്റ് ചെയ്യുന്നത് എവിടുന്നാണ്? ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ സെക്രീറ്റഡ് ഓർ റിലീസ്ഡ് ഫ്രം പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. ഇനി നമുക്ക് പിറ്റ്യൂട്ടറിയും ഹൈപ്പോതലാമസും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളെ കുറിച്ച് നോക്കാം. ഹൈപ്പോതലാമസ് രണ്ട് കാറ്റഗറിയിൽ പെടുന്ന ഹോർമോൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, റിലീസിംഗ് ഹോർമോൺസ് ആൻഡ് ഇൻഹിബിറ്ററി ഹോർമോൺസ്. റിലീസിംഗ് ഹോർമോൺസ് ഒന്ന് GHRH, ഗ്രോത്ത് ഹോർമോൺ റിലീസിംഗ് ഹോർമോൺ. ഗ്രോത്ത് ഹോർമോൺ റിലീസ് ചെയ്യാൻ
ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറിയിലേക്ക് അയക്കുന്ന ഹോർമോണാണ് ഗ്രോത്ത് ഹോർമോൺ, റിലീസിങ് ഹോർമോൺ. പിറ്റ്യൂട്ടറിയുടെ പാർസ് ഡിസ്റ്റാലിസ് പോർഷനിലേക്കാണ് GHRH എത്തിച്ചേരുക. അപ്പോൾ അവിടുന്ന് റിലീസ് ചെയ്യപ്പെടുന്ന ഹോർമോണാണ് ഗ്രോത്ത് ഹോർമോൺ. അപ്പോൾ ഗ്രോത്ത് ഹോർമോൺ റിലീസ് ചെയ്യാൻ ഹൈപ്പോതലാമസ് അയക്കുന്ന ഹോർമോണാണ് ഗ്രോത്ത് ഹോർമോൺ, റിലീസിങ് ഹോർമോൺ. അത് പിറ്റ്യൂട്ടറിയുടെ പാർസ് ഡിസ്റ്റാലിസ് പോർഷനിൽ നിന്ന് ഗ്രോത്ത് ഹോർമോണിനെ റിലീസ് ചെയ്യിപ്പിക്കും. ഗ്രോത്ത് ഹോർമോൺ ഓൾസോ കോൾഡ് സൊമാറ്റോട്രോപിൻ. ട്രോപ്പിൻ മീൻസ് സ്റ്റിമുലേറ്റ് ചെയ്യാന്നാണ് ട്രോപ്പിൻ. അപ്പോൾ നമ്മുടെ ബോഡി സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, സൊമാറ്റിക് സെല്ലുകളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോണാണ് സൊമാറ്റോട്രോപിൻ. രണ്ടാമത്തത് PRH, പ്രൊലാക്റ്റിൻ റിലീസിങ് ഹോർമോൺ. അത് പാർസ് ഡിസ്റ്റാലിസ് നിന്ന് പ്രൊലാക്റ്റിനെ റിലീസ് ചെയ്യിപ്പിക്കും. പ്രൊലാക്റ്റിൻ ഷോർട്ട് ഫോം PRL. നെക്സ്റ്റ് GnRH, ഗൊണാഡോട്രോപിൻ റിലീസിങ് ഹോർമോൺ. ഗൊണാഡോട്രോപിൻസ് രണ്ടെണ്ണമാണ്, FSH ആൻഡ് LH. ഗൊണാഡുകളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോണുകളെയാണ് പറയാ ഗൊണാഡോട്രോപിൻ. അത് രണ്ടെണ്ണമാണ്, LH ആൻഡ് FSH. ഗൊണാഡോട്രോപിൻസ് ആണ് LH ആൻഡ് FSH. അതിനെ റിലീസ് ചെയ്യിക്കുന്ന ഹോർമോണാണ് ഗൊണാഡോട്രോപിൻ റിലീസിങ് ഹോർമോൺ. അപ്പോൾ FSH ആൻഡ് LH. മെയിലില് LHന് നമ്മൾ ICSH എന്നും പറയും. LHന്റെ മറ്റൊരു പേരാണ് ICSH, ഇന്റർസ്റ്റീഷ്യൽ സെൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. നെക്സ്റ്റ് CRH, കോർട്ടിക്കോട്രോപിൻ റിലീസിംഗ് ഹോർമോൺ. കോർട്ടിക്കോട്രോപിൻ എന്നത് ACTH ആണ്. ACTHനെയാണ് കോർട്ടിക്കോട്രോപിൻ എന്ന് വിളിക്കുന്നത്. ആ കോർട്ടിക്കോട്രോപ്പിനെ റിലീസ് ചെയ്യാൻ വേണ്ടി ഹൈപ്പോതലാമസ് നിന്ന് വരുന്ന ഹോർമോണാണ് കോർട്ടിക്കോട്രോപിൻ റിലീസിംഗ് ഹോർമോൺ. അപ്പൊ ഇവിടുന്ന് ACTH റിലീസ് ആവും. ACTHന്റെ ഫുൾ ഫോം അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ. അഡ്രിനൽ ഗ്ലാൻഡിന്റെ കോർട്ടക്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോണാണ് അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ. നെക്സ്റ്റ് TRH, തൈറോട്രോപിൻ റിലീസിംഗ് ഹോർമോൺ. തൈറോട്രോപിൻ എന്ന് പറഞ്ഞാൽ TSH ആണ്. തൈറോയ്ഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോണാണ് TSH. അത് നമ്മൾ തൈറോട്രോപിൻ എന്ന് പറയും. അപ്പൊ തൈറോട്രോപ്പിനെ റിലീസ് ചെയ്യുന്ന ഹോർമോൺ TRH ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞാൽ പിറ്റ്യൂട്ടറിയിൽ നിന്ന് TSH റിലീസ് ആവും. TSHന്റെ ഫുൾ ഫോം തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇനി ഒന്നുകൂടെ ഉണ്ട് MRH. MRH ആക്ട് ചെയ്യുന്നത് പാർസ് ഇന്റർമീഡിയയിലാണ്. അപ്പൊ MRH സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടുന്ന് റിലീസ് ആവുന്ന ഹോർമോണാണ് MSH, ഫുൾ ഫോം മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അപ്പൊ MRH എന്ന് പറഞ്ഞാല് മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, റിലീസിംഗ് ഹോർമോൺ. നെക്സ്റ്റ് ഹൈപ്പോതലാമസിന്റെ ഇൻഹിബിറ്ററി ഹോർമോൺസ്. ഹൈപ്പോതലാമസിന്റെ പ്രധാനപ്പെട്ട ഒരു ഇൻഹിബിറ്ററി ഹോർമോണാണ് GHIH. ഫുൾ ഫോം ഗ്രോത്ത് ഹോർമോൺ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ. It is also called somatostatin. ഗ്രോത്ത് ഹോർമോൺ പിറ്റ്യൂട്ടറിയുടെ പാർസ് ഡിസ്റ്റാലിസ് ആണ് റിലീസ് ചെയ്യുന്നത്. അഥവാ ഗ്രോത്ത് ഹോർമോൺ കൂടുതലായിട്ട് സെക്രീറ്റ് ചെയ്യുമ്പോൾ അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ഗ്രോത്ത് ഹോർമോൺ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ. ഇനി പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയുടെ ഹോർമോൺസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി സ്വന്തമായിട്ട് ഒരു ഹോർമോണും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അത് ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്ത ഓക്സിറ്റോസിനും വാസോപ്രസിനും സ്റ്റോർ ചെയ്യുന്നു, റിലീസ് ചെയ്യുന്നു. അപ്പോൾ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഓൺലി സ്റ്റോർ ആൻഡ് റിലീസ് ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ. സിന്തറ്റിക് ഓക്സിറ്റോസിന്റെ പേരാണ് പിറ്റോസിൻ. പിറ്റോസിൻ എന്നും അറിയപ്പെടും. വാസോപ്രസിന്റെ മറ്റൊരു പേരാണ് ADH, ആന്റി ഡയോററ്റിക് ഹോർമോൺ. വാസോപ്രസിൻ ഓർ ആന്റി ഡയോററ്റിക് ഹോർമോൺ. ഇനി നമുക്ക് ഇതിന്റെ ഓരോന്നിന്റെ ഫങ്ഷൻസ് നോക്കാം. ആദ്യം ഗ്രോത്ത് ഹോർമോൺ സ്റ്റിമുലേറ്റ് ഗ്രോത്ത് ഹോർമോൺ കൂടിയാൽ വരുന്ന ഒരു ഡിസോർഡർ ആണ് ജൈജാൻഡിസം എന്ന് പറഞ്ഞാല്
എക്സസ് സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഡ്യൂറിങ് അഡോളസൻസ്. അഡോളസൻസ് പീരീഡിൽ ഗ്രോത്ത് ഹോർമോൺ കൂടുന്നത് കാരണം വരുന്ന പ്രശ്നമാണ് ജൈജാൻഡിസം. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ജയൻസ് എന്ന് പറയും. അഡോളസൻസ് കഴിഞ്ഞതിന് ശേഷമാണ് ഗ്രോത്ത് ഹോർമോൺ കൂടുന്നതെങ്കിൽ നമ്മൾ അതിനെ അക്രോമെഗാലി എന്ന് പറയും. അക്രോമെഗാലി എന്ന് പറഞ്ഞാൽ എക്സസ് സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ആഫ്റ്റർ അഡോളസൻസ്. ഇനി കുറഞ്ഞാലുള്ള ഡിസോർഡർ ആണ് ഡെഫിഷ്യൻസി ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഡ്യൂറിങ് അഡോളസൻസ് ഇസ് കോൾഡ് ഡ്വാർഫിസം. നെക്സ്റ്റ്, പ്രൊലാക്റ്റിൻ. പ്രൊലാക്റ്റിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, പ്രൊലാക്റ്റിൻ ഹെൽപ്സ് ഇൻ ഡെവലപ്മെന്റ് ഓഫ് മാമറി ഗ്ലാൻഡ് ആൻഡ് ഫോർമേഷൻ ഓഫ് മിൽക്ക്. മിൽക്ക് ഫോമിംഗ് ഹോർമോൺ ആണ് പ്രൊലാക്റ്റിൻ. FSH LH മെയിലിലും ഉണ്ട് ഫീമെയിലും ഉണ്ട്. FSH ഇൻ മെയിലിൽ FSH എന്താ ചെയ്യുന്നത്? FSHന്റെ ഫുൾ ഫോം ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അത് മെയിലിൽ ചെയ്യുന്നത് FSH ഇൻ മെയിൽ റെഗുലേറ്റ് സ്പെർമാറ്റോജനസിസ്, സ്പെർം ഫോർമേഷൻ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. FSH ഇൻ ഫീമെയിൽ ഇറ്റ് സ്റ്റിമുലേറ്റ് ഓവേറിയൻ ഫോളിക്കിൾ ഓർ ഫോളിക്കുലാർ ഡെവലപ്മെന്റ്. ഓവറിയിൽ ഫോളിക്കുലാർ ഡെവലപ്മെന്റ് ഉണ്ടാക്കുന്ന ഹോർമോണാണ് FSH. കൂടാതെ അത് ഫോളിക്കിളിനെ ഗ്രാഫീൻ ഫോളിക്കിൾ ആക്കി മാറ്റും. ഗ്രാഫീൻ ഫോളിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ഈസ്ട്രോജൻ. ഇനി LH ലൂട്ടിനൈസിങ് ഹോർമോൺ. പേര് തന്നെ ഉണ്ട്, ലൂട്ടിയത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോർമോണാണ്. കോർപ്പസ് ലൂട്ടിയത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോർമോണാണ് LH. അപ്പൊ LH ലൂട്ടിനൈസിങ് ഹോർമോൺ. ലൂട്ടിനൈസിങ് ഹോർമോൺ മെയിലിലുമുണ്ട് ഫീമെയിലും ഉണ്ട്. ഇൻ മെയിൽ LH ഈസ് കോൾഡ് ICSH. മെയിലിൽ മാത്രമേ LHനെ ICSH എന്ന് വിളിക്കുള്ളൂ. ICSHന്റെ ഫുൾ ഫോം ഇന്റർസ്റ്റീഷ്യൽ സെൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇന്റർസ്റ്റീഷ്യൽ സെല്ലിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോണാണ്. ഇന്റർസ്റ്റീഷ്യൽ സെൽസ് എവിടെയാണ്? ടെസ്റ്റിസിലാണ്. അപ്പൊ ടെസ്റ്റിസിലുള്ള ഇന്റർസ്റ്റീഷ്യൽ സെൽ ഓർ ലേഡിക് സെൽ അതിന് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ ആയതുകൊണ്ട് ഇൻ മെയിൽ LH is called ICSH. LH in male stimulate interstitial cell and secrete androgen. LH in female LH എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, LH നമ്മൾ LH സർജ് ഒക്കെ കേട്ടിട്ടുണ്ട് അല്ലെ? മെൻസ് സൈക്കിളിന്റെ മിഡിലെ LH ലെവൽ കൂടും. LH സർജ്, മാക്സിമം ലെവൽ ഓഫ് LH ജസ്റ്റ് ബിഫോർ ഓവുലേഷൻ. അപ്പോൾ LH കൂടുന്ന സമയത്ത് LH റപ്ചേഴ്സ് ഗ്രാഫിയൻ ഫോളിക്കിൾ ആൻഡ് റിലീസ് ഓവം. അതുകൊണ്ട് ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് LH. കൂടാതെ ഈ ഓവുലേഷൻ കഴിഞ്ഞ് ഓവം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ ഓവുലേഷൻ റിമൈനിങ് പാർട്ട് ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ ഈസ് കോൾഡ് കോർപ്പസ് ലൂട്ടിയം. ഈ കോർപ്പസ് ലൂട്ടിയത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും LH ആണ്. ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് ലൂട്ടിനൈസിങ് ഹോർമോൺ. കോർപ്പസ് ലൂട്ടിയം മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട്, ലൂട്ടിയത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോർമോൺ ആയതുകൊണ്ട് ലൂട്ടിനൈസിങ് ഹോർമോൺ എന്നും പറയും. അപ്പൊ LH ഇൻഡ്യൂസ് ഓവുലേഷൻ ആൻഡ് മെയിൻറ്റെയിൻ കോർപ്പസ് ലൂട്ടിയം. അടുത്തത് ACTH അഡ്രിനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ. ഇത് അഡ്രിനൽ ഗ്ലാൻഡിന് കോർട്ടെക്സ് ഉണ്ട്. അഡ്രിനൽ ഗ്ലാൻഡിന്റെ കോർട്ടെക്സിന് 3 റീജിയൻസ് ആണ് അല്ലെ? സോണ ഗ്ലോമറുലോസ, സോണ ഫെസിക്കുലേറ്റ, സോണ റെറ്റിക്കുലാറിസ്. അതില് സോണ ഫെസിക്കുലേറ്റയെയും സോണ റെറ്റിക്കുലാറിസിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്ന പിറ്റ്യൂട്ടറിയുടെ ഹോർമോണാണ് ACTH. ACTH സ്റ്റിമുലേറ്റ് സോണ ഫെസിക്കുലേറ്റ ആൻഡ് സോണ റെറ്റിക്കുലാറിസ് ആൻഡ് റിലീസ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. എന്നിട്ട് അവിടുന്ന് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് എന്ന് പറയുന്ന ഹോർമോണുകൾ സെക്രീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ACTH. TSH തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അത് തൈറോയിഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ TSH സ്റ്റിമുലേറ്റ് തൈറോയിഡ് ആൻഡ് സെക്രീറ്റ് തൈറോയിഡ് ഹോർമോൺസ്. നെക്സ്റ്റ് MSH മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. നമ്മുടെ സ്കിന്നിൽ കാണുന്ന സെല്ലുകളാണ് മെലാനോസൈറ്റുകൾ. ഈ മെലാനിൻ കണ്ടെയ്നിങ് സെൽസിനെയാണ് മെലാനോസൈറ്റ് എന്ന് പറയുന്നത്. ഈ മെലാനോസൈറ്റുകളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു എന്തിനു വേണ്ടി? പിഗ്മെന്റേഷന് വേണ്ടി. അപ്പോൾ MSH സ്റ്റിമുലേറ്റ് മെലാനോസൈറ്റ് ആൻഡ് റെഗുലേറ്റ് പിഗ്മെന്റേഷൻ. ഇനി ഓക്സിറ്റോസിൻ, സ്മൂത്ത് മസിലുകളെ കോൺട്രാക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. ഈ ഓക്സിറ്റോസിൻ ഡെലിവറി ടൈമിൽ കൂടുതലായിട്ട് സെക്രീറ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് യൂട്രസിന്റെ മസില് ഫോഴ്സ്ഫുൾ ആയിട്ട് കോൺട്രാക്ട് ചെയ്യാൻ ഓക്സിറ്റോസിൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് ഇതിനെ ബർത്ത് ഹോർമോൺ അല്ലെങ്കിൽ ലേബർ ഹോർമോൺ, ഈ ഡെലിവറിക്ക് സഹായിക്കുന്നതുകൊണ്ട് ലേബർ ഹോർമോൺ അല്ലെങ്കിൽ ബർത്ത് ഹോർമോൺ എന്ന് ഓക്സിറ്റോസിനെ വിളിക്കാറുണ്ട്. കൂടാതെ ആഫ്റ്റർ ഡെലിവറി മാമറി ഗ്ലാൻഡിന്റെ ലാക്ടിഫറസ് ഡക്റ്റിലൂടെ ഓക്സിറ്റോസിൻ മൂവ് ചെയ്ത് അവിടുന്ന് മിൽക്ക് ഇജക്റ്റ് ചെയ്യാനും സഹായിക്കുന്നു. അതുകൊണ്ട് മിൽക്ക് ഇജക്ഷൻ ഹോർമോൺ എന്നും ഓക്സിറ്റോസിൻ വിളിക്കപ്പെടുന്നുണ്ട്. പ്രഗ്നൻസി പീരീഡ് കംപ്ലീറ്റ് ആയതിനു ശേഷവും ലേബർ പെയിൻ, ഡെലിവറിയോട് അനുബന്ധിച്ചുള്ള പെയിൻ
ഇനീഷ്യേറ്റ് ചെയ്യപ്പെടാതിരിക്കുന്ന സമയത്ത് ഡോക്ടേഴ്സ് സിന്തറ്റിക് ഓക്സിറ്റോസിനായ പിറ്റോസിൻ ഇഞ്ചെക്ട് ചെയ്യും. അപ്പോൾ ഓക്സിറ്റോസിൻ ക്രിയേറ്റ് ലേബർ പെയിൻ. നെക്സ്റ്റ് വാസോപ്രസിൻ ഓൾസോ കോൾഡ് ADH, ആന്റി ഡയൂററ്റിക് ഹോർമോൺ. ഇത് ഡയോറസിസ് പ്രിവെന്റ് ചെയ്യുന്ന ഹോർമോണാണ്. ഡയോറസിസ് എന്ന് പറഞ്ഞാൽ എക്സസ് ലോസ് ഓഫ് വാട്ടർ ത്രൂ യൂറിനിലൂടെ അമിതമായി ജലം നഷ്ടപ്പെടുന്നത് കുറയ്ക്കുന്നു. അതുകൊണ്ട് ആന്റി ഡയോററ്റിക് ഹോർമോൺ എന്ന് പറയും. ഇത് ആക്ട് ചെയ്യുന്നത് ADH ആക്ട് ഓൺ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ഓഫ് നെഫ്രോൺ ആൻഡ് റീഅബ്സോർബ് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ്. ഓക്കെ, ഇത്രയാണ് ഈ ഹോർമോണുകളുടെ ഫങ്ഷൻസ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഇതിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ എനാബിൾ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.